സ്റ്റോക്കിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് എന്താ പറഞ്ഞാൽ ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ ക്രോം പാർട്സ്. നമ്മുടെ ക്ലാസിക് സീരീസ് ആണെങ്കിലും അതേപോലെ തന്നെ വിൻറ്റേജ് കളക്ഷനിലാണെങ്കിലും മാക്സിമം വരുന്നത് ക്രോമിംഗ് ആണ്. എൻ്റെ വണ്ടിയിൽ നോക്കണമെന്ന് വെച്ചാൽ ഫ്രണ്ട് മഡ് ഗാർഡ് തൊട്ട് അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ, നമ്മുടെ മോണോഗ്രാം ഹെഡ്ലൈറ്റ് മോണോഗ്രാം, ക്രാഷ് ഗാർഡ്, ബെൻ പൈപ്പ്, എക്സോസ്റ്റ്, ഗിയർ ലിവർ, ബാക്കിലെ എന്താണ് കാരിയർ, റിം എല്ലാം ക്രോമാണ്. ഇതെങ്ങനെ നമുക്ക് അതേ ഒരു കണ്ടീഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നാണ് ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ നിറയെ ഫേസ് ചെയ്ത വലിയൊരു ഇഷ്യൂ ആണ് ഈ പ്ലേറ്റിങ്ങിൽ പെട്ടെന്ന് റസ്റ്റ് കയറുന്നത്. ഇത് നമ്മുടെ ഹാൻഡിൽ ബാറാണ് കണ്ടോ, ഹാൻഡിൽ ബാർ പെട്ടെന്ന് റസ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മിറർ വാങ്ങിയിട്ട് പൊട്ടിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പൊട്ടിയതിനെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ റെസ്റ്റ് വന്നു. ഫോക്കസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ റെസ്റ്റും കാണുന്നുണ്ടാവും. റെസ്റ്റാണ് ഈ സൈഡും 2 സൈഡും റെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ എൻ്റെ വണ്ടിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിറയെ ഭാഗങ്ങളിൽ ഇതേപോലെ റെസ്റ്റ് വരുന്നുണ്ട്. മാക്സിമം നമുക്ക് ഈ റെസ്റ്റുകളൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മുടെ പഴയ പാർട്സുകൾ, പഴയ സ്പെയറുകൾ അല്ലെങ്കിൽ OG സ്പെയർ, യമഹയിലാണെങ്കിലും എസ്ഡിയിലാണെങ്കിലും വരുന്ന സ്പെയറുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോണവർ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റായി വരുന്ന പല കാര്യങ്ങളിലും ഇതേപോലെ ക്വാളിറ്റി ഇഷ്യൂ എല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യാവുന്ന മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും പാർട്സ് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്സ് വാങ്ങിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരു മഡ് ഗാർഡ് വാങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ ആ മഡ് ഗാർഡ് പോയി ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്നും കൂടെ പ്ലേറ്റ് പ്ലേറ്റ് ചെയ്തിട്ട് ബാക്കിൽ ഒരു കോട്ടിങ് വരുന്നുണ്ട്, വടിഭാഗത്ത് തുരുമ്പ് വരാതിരിക്കാൻ. ആ കോട്ടിങ് ഒന്നും കൂടെ അടിക്കുക. ഒരു പ്രൈമർ കോട്ടിംഗ് ആണ്, ആ ഒരു പ്രൈമർ കോട്ടിങ് ഒന്നും കൂടെ അടിക്കുക. അതേപോലെ തന്നെ ബാക്കിലെ കാര്യവും അങ്ങനെ തന്നെ. അതുപോലെ നമ്മൾ ഹാൻഡിൽ ബാറൊക്കെ വാങ്ങുന്ന സമയത്ത് ഏകദേശം എല്ലാവരും ഈ ഒരു ഇഷ്യൂ പുതിയ ഹാൻഡിൽ ബാറിന് ഫേസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ചിലർ നേരെ പൗഡർ കോട്ടിങ് ചെയ്തുകൊണ്ടാണ് ആ പ്രശ്നം അങ്ങനെ ഉണ്ടാകത്തില്ല. പിന്നെ മാക്സിമം എല്ലാവരും ആ ഒരു ഇഷ്യൂ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ സൈഡ് ക്രാഷ് ഗാർഡാണെങ്കിലും പെട്ടെന്ന് തുരുമ്പ് വരും. പക്ഷേ എനിക്ക് എൻ്റെ വണ്ടിയിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഭാഗങ്ങൾ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട്, കാണുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ ആ ഭാഗം കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് തുരുമ്പായിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗം, പിന്നെ ഈ പാർട്സ് എനിക്ക് വണ്ടി കിട്ടുമ്പോഴേ ഏകദേശം തുരുമ്പുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളങ്ങനെ ഈ വീഡിയോ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഏറ്റവും കൂടുതൽ മഴ കൊള്ളുന്നതും അതേപോലെ തന്നെ വിൻഡാണെങ്കിലും മഴയാണെങ്കിലും ചളിയാണെങ്കിലും ഫസ്റ്റ് വന്നിരിക്കുന്നത് ആ ഒരു ഏരിയ ഇഞ്ചിൻ്റെ സൈഡാണ്. അപ്പോൾ അവിടുത്തെ തുരുമ്പ് എന്തായാലും നമുക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒന്നിൽ അതടിച്ച് അങ്ങനെ നല്ലൊരു പ്ലേറ്റിംഗ് ചെയ്തിടുക, ലോ കോസ്റ്റ് ക്വാളിഫൈ ചെയ്ത് അങ്ങനെ നല്ല പ്ലേറ്റിംഗ് ചെയ്തിടുക. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റായിട്ടൊരു കാര്യം. പിന്നെ ജസ്റ്റ് ചളി നിൽക്കുന്നതാണെന്ന് വെച്ചാൽ ഒന്ന് വൈപ്പ് ചെയ്ത് വിടുക. അത് മാത്രം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാമെന്നാണ് ഇന്നത്തെ ഒരു കണ്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ക്രോം പാർട്സുകളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തുരുമ്പിടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ റെസ്റ്റുകൾ ചളി നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ തുരുമ്പ് നമ്മുടെ ഈ ഭാഗങ്ങൾ റിമ്മ് ആ ഭാഗങ്ങളിലോ പെട്ടെന്ന് തുരുമ്പുകൾ കയറി വരാനുള്ള മെയിൻ പ്രശ്നം എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ വണ്ടി മഴയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ലോണം ഇരിക്കും. നമ്മുടെ ചളി അല്ലെങ്കിൽ നമ്മുടെ ഡേർട്ട് ഈ റിമ്മുകളിൽ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കും. ഇന്ന് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നല്ലോണം കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസം 2-3 ദിവസം കഴിയുന്നതിനുള്ളിൽ തന്നെ ചെറിയ രീതിക്കുള്ള ഒരു കോണ്ടൻറ്റ് ഇവിടെ അവർ ഉണ്ടാക്കി വെക്കും. ഈ മണ്ണും ചളിയൊക്കെ ചേർന്നിട്ട് ഇവിടെ ഒരു ഈർപ്പം അങ്ങനെ ഒരു നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ക്രോം പാർട്സുകൾക്ക് ചെറിയ രീതിയിലുള്ള തുരുമ്പൊക്കെ നൽകും, നമ്മുടെ മണ്ണും ചളിയൊക്കെ കൂടെ. അപ്പോൾ കുറച്ചാകുമ്പോൾ കുറച്ച് തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി തുരുമ്പ് വരാൻ പെട്ടെന്ന് വന്നോളും. പിന്നെ അത് നമുക്ക് കഴുകി വിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ആ തുരുമ്പ് കയറി ബാക്കിയുള്ള പാർട്സുകൾ ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് എത്തും. അങ്ങനെയാണ് മെയിൻലി ഉണ്ടാകുക. അത് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, വണ്ടി കഴുകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കാണുന്ന സമയത്ത്, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് വൈപ്പ് ചെയ്യുക. ഒരു ഡ്രൈ തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് വിടുക. അല്ലെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ ഒന്ന് കഴുകി, ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് മഴയൊക്കെ ആണെങ്കിൽ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഒന്ന് കഴുകി വിടുക. അല്ലെങ്കിൽ ഇടയ്ക്ക് സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് തുണി വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ കാരിയർ, ഹാൻഡിൽ ബാർ, മിറർ, അതേപോലെ തന്നെ സൈഡിലെല്ലാം നമുക്ക് ക്രാഷ് ഗാർഡ്, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ, നമുക്ക് ചെറിയ രീതിയിലുള്ള ഓയിൽ കണ്ടൻറ്റ് അതിൻ്റെ മേലേക്ക് ചെയ്ത് വെക്കാം. നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് പോളിഷൊക്കെ വരുന്നുണ്ട്. അതൊന്നും വാങ്ങാൻ വഴിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ക്രോം പാർട്സുകൾക്ക് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഞ്ചിൻ ഓയിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, ഡ്യൂട്ടികളെക്കാട്ടിയും എഞ്ചിൻ ഓയിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചെറിയ രീതിയിലൊരു തുണിയെടുത്ത് ചെറിയ രീതിക്ക് പ്രസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഇടയ്ക്ക് വീക്കിലി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ മേലേക്കുള്ള ഇത് ഡ്രൈ ആയതിനു ശേഷം അതാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
ഇതിൻ്റെ മേലുള്ള തുരുമ്പില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഓക്കെ തുരുമ്പ് വരത്തില്ല, തുരുമ്പുള്ളതാണെങ്കിൽ ഇനി അങ്ങോട്ട് വരത്തില്ലാത്ത രീതിയിൽ പോകും. ഈ സംഭവങ്ങൾ വാഷ് ചെയ്യുകയാണെങ്കിൽ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ ഓയിൽ കണ്ടിട്ട് പോകും കേട്ടോ. ആ വാഷ് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് തട്ട് നോക്കിയാൽ ചെറിയൊരു ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ചെറിയൊരു പൈപ്പ്, ഒരു ഈസി പൈപ്പ് ചെയ്ത് മാത്രം ചെയ്താൽ വിട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഈ ഓയിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഇതിൻ്റെ മേലേക്ക് വന്ന് നിൽക്കത്തില്ല, വെള്ളം വന്നിട്ട് വെളിയിലേക്ക് പോകും. പിന്നെ വെയിൽ കിട്ടുന്ന സമയത്ത് ആ വെള്ളം പുറത്തുനിന്ന് വെടിക്കും എന്നല്ലാതെ ഇതിൻ്റെ മേലെ നിൽക്കത്തില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്രോം പാർട്സുകളൊക്കെ ഇതേപോലുള്ള തുരുമ്പുകൾ കണ്ടോ, എത്രയോ തുരുമ്പ്. പക്ഷേ ഈ ഭാഗത്ത് അങ്ങനെ ഇല്ല, ഈ ഭാഗത്ത് നിറയുണ്ട് കണ്ടല്ലോ. വെള്ളം അത്യാവശ്യം ഇങ്ങനെ ഹോളിൽ നിൽക്കുന്ന ഏരിയകളിലൊക്കെ അങ്ങനെ നിൽക്കും. പക്ഷേ ഈ മേൽഭാഗത്ത് അങ്ങനെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ അടിഭാഗങ്ങളിൽ ഇങ്ങനെ വെള്ളം ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഈ അടിഭാഗത്ത് നിറയെ തുരുമ്പ് വണ്ടിയിലുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് കാരിയർ ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് സൈലൻസർ, ഇപ്പോൾ എൻ്റെ സൈലൻസർ വന്ന് നല്ലൊരു ക്വാളിറ്റി ക്രോമിങ് ആണ് കേട്ടോ. വണ്ടി എടുത്തപ്പോൾ ഒരു രീതിയിലുള്ള ചെറിയ രീതിയിൽ പോലുള്ള തുരുമ്പ് പോലും എൻ്റെ വണ്ടിയിൽ സൈലൻസറിൽ വന്നിട്ടില്ല. പക്ഷേ ആ ബെൻഡ് പൈപ്പിനുണ്ട്, പക്ഷേ സൈലൻസറിനില്ല. കിക്കറിനും എനിക്കങ്ങനെ ഇഷ്യൂ വന്നില്ല. പിന്നെ നമ്മുടെ ഇതിൽ സൈഡിൽ എന്താണ് ക്രാഷ് കാർഡിൽ വന്നിട്ട് ആ ഒരു ബോൾട്ട് ചെയ്യുന്ന അവിടെ സ്ഥലത്ത് മാത്രമുള്ള ഒരു തുരുമ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ ടാങ്ക് ക്യാപ്പിലും അങ്ങനെ ഒരു ഇഷ്യൂവും, അതേപോലെ തന്നെ നമ്മുടെ ടാങ്കിനുള്ളിലടക്കം അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. കാരണം നമ്മൾ നല്ല രീതിക്കുള്ള ട്യൂറ്റി ഓയിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ടാങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല. തുരുമ്പിൻ്റെ കാര്യം പറയുന്നത്, ക്രോമിൻ്റെ അല്ല തുരുമ്പിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ വണ്ടി എപ്പോഴും ഓവർ റെസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. എന്തുകൊണ്ടും നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് ഈവൻ നല്ല റെസ്റ്റൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. റിമ്മാണെങ്കിലും ചില പാർട്സുകളൊക്കെ നന്നായി വൈപ്പ് ചെയ്ത് വരുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ പാർട്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നശിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പാർട്സ് കിട്ടാനും ഒരു വഴിയും ഉണ്ടാകില്ല. പിന്നെ നിങ്ങൾ എത്രത്തോളം പ്ലേറ്റ് ചെയ്താലും ഇപ്പോൾ ലോക്കൽ പ്ലേറ്റിംഗ് എത്രത്തോളം ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക എത്രത്തോളം ലൈഫ് കിട്ടുമെന്നൊന്നും ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. സോ നിങ്ങൾ ഒരു പ്ലേറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് മേലെ ഒരു പ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അത് നല്ല പ്ലേറ്റിംഗ് ചെയ്യുന്ന എവിടെയാണോ ഒന്നുണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഇൻഫർമേഷനാണ്. അത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തത്. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കും അതേപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനും ഉപകാരമാകും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ വരുന്നവരെ സൈനിങ് ഔട്ട്.